പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മനുവിനെ രക്ഷിക്കണമെങ്കിൽ താൻ മുട്ടുമടക്കേണ്ടി വരുമോ, അതുപോലെ തന്നെ ടെൻഡർ വിട്ടുകളയേണ്ടി വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, വീട്ടുകാരുടെ എല്ലാവരുടെയും പ്രതീക്ഷ തകർത്തുകൊണ്ട് വേണം ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് അഞ്ജലി. ഇതോടെ അഞ്ജലി ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. എന്തു ചെയ്യും? കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ. ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് താൻ വിചാരിച്ചിരുന്നതല്ല. ഇതേ തുടർന്ന് ടെൻഡറിന്റെ സ്ഥലത്ത് എത്തിയതിനെ തുടർന്നാണ് മൂർത്തി മുന്നിലേക്ക് വരുന്നതും ഈ ടെൻഡർ വിട്ടു തന്നില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെ പറ്റി ഭീഷണിപ്പെടുത്തുന്നതും. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അഞ്ജലി എന്ത് തീരുമാനം എടുക്കും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയുന്നത് നല്ലതിനല്ല എന്ന് അഞ്ജലി മനസ്സിലാക്കുകയാണ്. കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഇത് വലിയൊരു തോൽവിയാകും. മാത്രവുമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിരിച്ചടിയായിരിക്കും മനുവിൻ്റെ വീട്ടുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പൊരുതുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഞ്ജലി ടെൻഡർ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായുള്ള അഞ്ജലിയുടെ ഈ തീരുമാനം മൂർത്തിക്ക് തിരിച്ചടി ആയിരിക്കുകയാണ്. ഒരിക്കലും മൂർത്തി ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മൂർത്തിയുടെ മുന്നിൽ ബാക്കിയാകുന്നു. ഇതോടെ വീണ്ടും മനുവിൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും തനിക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഞ്ജലി. ഇതോടെ അഞ്ജലിയുടെ മനസാന്നിധ്യം അഞ്ജലിയെ സഹായിക്കുകയാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി മൂർത്തിക്ക് ആകെ അപമാനമുണ്ടാക്കുന്നു. ഇതേ തുടർന്ന് അഞ്ജലി തിരികെ പോവുകയാണ്. മാത്രവുമല്ല, ഇനി മനു എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയാണ് അഞ്ജലി. ഇതേ സമയം അഞ്ജലിയെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുന്ന സൂര്യ ഇതേ തുടർന്ന് അധികം വൈകാതെ തന്നെ ഞാൻ സത്യങ്ങളെല്ലാം അവളെ അറിയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അഞ്ജലിയെ കാണുന്നതിനായി സൂര്യ കടന്നു വരുന്നത്. ഇതോടെ സൂര്യക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അഞ്ജലി ചോദിക്കുന്നു. അഞ്ജലി അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൂര്യ അഞ്ജലിയോട് മാത്രമായി എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്ന അഞ്ജലി അധിക സമയം എനിക്കിങ്ങനെ ചെലവഴിക്കാനില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് സൂര്യ. നീ ഇനി മുതൽ നിന്റെ സമയം മുഴുവൻ ചിലവഴിക്കാൻ പോകുന്നത് എൻ്റെ കൂടെയാണ്. മറ്റു വഴികളൊന്നും തന്നെ നിന്റെ മുൻപിൽ ഇല്ല. ഇത് കേട്ടതിനെ തുടർന്ന് എന്തൊക്കെയാണ് സൂര്യ പറയുന്നത് എന്ന് തിരികെ ചോദിക്കുന്നു അഞ്ജലി. ഇതോടെ അഞ്ജലിയോട് മനുവിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഇത് കേൾക്കുന്ന അഞ്ജലി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന് വ്യക്തമാക്കുകയാണ് സൂര്യ. ഇതേ തുടർന്ന് മനു തൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന സൂര്യ അവനെ ജീവനോടെ ഇവിടേക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി വരണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നുപോകുന്നു അഞ്ജലി. ഇതേ തുടർന്ന് അഞ്ജലിയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് സൂര്യ. നിന്നെ സ്നേഹിച്ചത് ഞാനാണ്, അതുകൊണ്ട് തന്നെ നിന്നെ സ്വന്തമാക്കേണ്ടതും ഞാൻ തന്നെയാണ്. മറ്റാർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
നീ എൻ്റേത് മാത്രമായി മാറണം. അത് എൻ്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഒരു നല്ല തീരുമാനം എടുക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സമയം വൈകുന്തോറും അത് മനുവിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. മാത്രവുമല്ല, നീ ഈ കാര്യം പോലീസിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മനു മരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേൾക്കുന്ന അഞ്ജലി, യു ചീറ്റ്. നിന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന മനുവിനോട് തന്നെ ഇങ്ങനെ നിനക്ക് ചെയ്യണമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മനുവിനോട് എനിക്ക് യാതൊരു ശത്രുതയുമില്ല. മനു എൻ്റെ ബ്രദർ തന്നെയാണ്. പക്ഷേ എനിക്ക് നിന്നെ സ്വന്തമാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോരാട്ടമെല്ലാം പോരാടുന്നത്. അതിന് മുന്നിൽ വരുന്ന ആരെയും ഞാൻ വകവയ്ക്കുകയില്ല. നീ എൻ്റെ കൂടെ ജീവിക്കാം എന്നുള്ള തീരുമാനമെടുത്ത് എൻ്റെ കൂടെ വരണം. അങ്ങനെ വരികയാണ് എങ്കിൽ മനുവിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഇവിടേക്ക് ഞാൻ തിരികെ എത്തിക്കാം. എന്തു പറയുന്നു? ഞാൻ പോസിറ്റീവായ നിന്റെ ഒരു തീരുമാനം കേൾക്കുന്നതിന് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അവൻ. ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്നു അഞ്ജലി. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഞ്ജലി പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തിലേറ്റ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ അഞ്ജലി ആകെ തകർന്നു പോവുകയാണ്. സൂര്യയ്ക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടായിരുന്നു എന്ന് ഒരിക്കലും അഞ്ജലി പ്രതീക്ഷിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഏറ്റ ഈ വഴിത്തിരിവിൽ അഞ്ജലി എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ച് പകച്ചു പോകുന്നു. പക്ഷേ തൻ്റെ മനുവിനെ എന്തൊക്കെ സംഭവിച്ചാലും താൻ രക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ സൂര്യയുടെ തന്ത്രം പൊളിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മനു എവിടെയാണ് എന്ന് കണ്ടെത്താൻ അഞ്ജലിക്ക് സാധിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.